സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന കഴക്കൂട്ടം സൈനിക സ്കൂളിന് ആശ്വാസമായി സംസ്ഥാന സർക്കാർ ഇടപെടൽ. സൈനിക സ്കൂൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ എടുക്കുമെന്ന് സ്കൂൾ സന്ദർശിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂളിന് സാമ്പത്തിക സഹായം നൽകുമെന്ന ബജറ്റ് പ്രഖ്യാപനം നടപ്പിലാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 6 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള കഴക്കൂട്ടം സൈനിക സ്കൂളാണ് ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകാൻ കഴിയാത്ത വിധത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലായത്. ജീവനക്കാരുടെ പരസ്യ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ. ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ 6 കോടിയുടെ സാമ്പത്തിക ബാധ്യതയാണ് ഒരു വർഷം കഴക്കൂട്ടം സൈനിക സ്കൂളിനുള്ളത്. 605 വിദ്യാർത്ഥികൾ പഠിക്കുന്ന കേരളത്തിലെ ഏക സൈനിക സ്കൂളാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നത്. ശമ്പളം, പെൻഷൻ എന്നിവയ്ക്കായി പണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് സ്കൂളിലുള്ളതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോട് അധികൃതർ വ്യക്തമാക്കി. സ്കൂളിന് സാമ്പത്തിക സഹായം നൽകുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം നടപ്പിലാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ധനകാര്യ വകുപ്പും നിയമവകുപ്പും ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമുക്ക് ഈ സ്കൂളിനെ സഹായിക്കുന്നതിന് വേണ്ടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന്റെ വാർഷിക വരുമാനം വളരെ കുറവാണ്. ഇത് 6 ലക്ഷം ആക്കേണ്ടതുണ്ട്. സ്കൂളിന്റെ വികസനത്തിനായി പൊതുമരാമത്ത് വകുപ്പ് വിപുലമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി. അതിൻ്റെ പ്രവർത്തനം നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു വിപുലമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ PWD ഡിപ്പാർട്ട്മെന്റിനെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിന് രണ്ടാമതൊരു സൈനിക സ്കൂൾ കൂടി അനുവദിക്കുന്നതും കേന്ദ്രത്തിന്റെ പരിഗണനയിലുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.